അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ മാർഗ്ഗത്തിലേ പോവുള്ളൂ. അദ്ദേഹമാണ് എനിക്ക് വഴി കാണിക്കുന്നത്. എനിക്ക് നല്ലൊരു മകനെ തരണേ എന്ന് ദുആ ചെയ്തു. ഇത് നമുക്കെല്ലാവർക്കും ഉപയോഗിക്കുന്ന ദുആണ്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. സ്വാലിഹായ സന്താനം വേണമെങ്കിൽ 37 സൂറത്ത് 10-ാമത്തെ ആയത്ത്. അപ്പം അദ്ദേഹത്തിന് ഹലീമായിട്ടുള്ള നല്ല സഹനശീലനായ ഒരു ബാലനെ അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ കഥയാണ്. എന്നിട്ട് പാപ്പാടെ കൂടെ നടക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രായമായപ്പോൾ അദ്ദേഹം വന്നു. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഇറക്കാൻ ഞാൻ സ്വപ്നം കാണുന്നു, നിൻ്റെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഇസ്മായിൽ അലൈഹി സ്വലാം പറഞ്ഞു, കാരണം വാപ്പ നബിയാണെന്നറിയാം, ഇസ്മായിൽ അലൈഹി സ്വലാം നബി ആവാനുള്ള ആളാണ്. എന്താണ് താങ്കൾക്ക് കൽപ്പിക്കപ്പെട്ടത് അത് ചെയ്തോളുക. ഇൻഷാ അല്ലാഹ് മിനസ്സാബിരീൻ. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ ക്ഷമയോടെ അടങ്ങി അവിടെ കിടന്ന് തരുന്നതായിരിക്കും അറക്കാൻ വേണ്ടിയിട്ട്. അപ്പായും മോനും ആ പരീക്ഷണത്തിൽ വിജയിച്ചു, രക്ഷപ്പെട്ടു അവർ. അങ്ങനെ അവർ ചെയ്തു, അല്ലെങ്കിൽ അള്ളാഹുവിന് കീഴ്പ്പെട്ടു. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ ചെരിച്ച് കിടത്തി. അപ്പോഴേക്കും വിളിച്ചു, നാദ, ഉറക്കെ വിളിക്കുന്നതാണ്, അയ്യ ഇബ്രാഹിം, ഇബ്രാഹിമേ എന്നുറക്കെ അള്ളാഹു വിളിച്ചു. നീ എന്നോട് പറഞ്ഞാൽ ഈ സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് നാം സദ്വൃത്തർക്ക് പ്രതിഫലം നൽകുന്നത്. അതായത് ഒന്നും സംഭവിച്ചില്ല, മോനും ഒന്നും പറ്റിയില്ല, പാപ്പാക്കും ഒന്നും പറ്റിയില്ല, പകരം ഒരു ആടിനെ വെച്ച് അറുത്തു. ഇതൊരു ഭയങ്കരമായ പരീക്ഷണമായിരുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ അത്രയൊന്നും വേറെ ആരും പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഖലീലുല്ലാഹി ഇബ്രാഹിം ആയത്, അള്ളാഹുവിൻ്റെ കൂട്ടുകാരനാണ്. പകരമായി ഒരു ബലിമൃഗത്തിന് കൊടുത്തു. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സൽകീർത്തി നാം അവശേഷിപ്പിക്കുകയും ചെയ്തു. അതായത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും അവരെ നമ്മൾ ആദരിക്കുന്നു. സലാമുൻ അലാ ഇബ്രാഹിം, ഇബ്രാഹീമിന് സമാധാനം, അത് അള്ളാഹു കൊടുക്കുന്നതാണ്.